ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആന്ധ്രയിൽ നിന്ന് അരിയും, കർണാടകയിൽ നിന്ന് പഴവർഗ്ഗങ്ങളും, ഗുജറാത്തിൽ നിന്ന് നെയ്യും, ഉത്തർപ്രദേശിൽ നിന്ന് പരിപ്പും, മലേഷ്യയിൽ നിന്ന് എണ്ണയും, സർവോപരി തമിഴൻ നെയ്ത മുണ്ടുമുടുത്ത് അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ബംഗാളികൾ പടുത്തുയർത്തിയ റോഡിലൂടെ ജപ്പാൻകാരുടെ കാറുമോടിച്ച് മലയാളികൾ ഒരിക്കൽ കൂടി ഒരുമയില്ലാതെ സ്വരചേർച്ചയില്ലാതെ ഓണം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ കാലയളവിൽ കുടുംബ ജീവിതത്തെക്കുറിച്ചാണ്, കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗ്യം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ മോചനം സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന ഈ നവകാലയളവിൽ കുടുംബ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും വിവാഹ മോചനത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്നവരും നിർബന്ധമായും ഈ വേദഭാഗം ഒരു പ്രാവശ്യം വായിക്കേണ്ടതാണ്. അപ്പോൾ കുടുംബം എന്ന മലയാള വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് ഫാമിലി എന്നാണ്. അപ്പോൾ സന്തുഷ്ട ജീവിതത്തിന് ആവശ്യമായ പ്രചോദനം, പ്രേരണ ഈ ഫാമിലി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഓരോ ആദ്യ അക്ഷരവും ധ്വനിപ്പിക്കുന്നുണ്ട്. എഫ് ആണ് ഫാമിലി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ആദ്യ അക്ഷരം. എഫ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾനെസ്, അതായത് കുടുംബ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായിരിക്കുന്നത് പരസ്പരമുള്ള വിശ്വസ്തതയാണ്. രണ്ടാമത്തെ അക്ഷരം എ ആണ്. അക്സെപ്റ്റ് ആൻഡ് അപ്രിഷിയേറ്റ്, അംഗീകരിക്കാനും അനുമോദിക്കാനും ആവശ്യമായ മനസ്സ് ഭാര്യയ്ക്കുണ്ടാകണം, ഭർത്താവിന് ഉണ്ടാകണം. മൂന്നാമത്തെ അക്ഷരം എം ആണ്. മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം കുടുംബ ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. നാലാമത്തെ അക്ഷരമാണ് ഐ. ഇൻറ്റിമേസി എന്നാണ് ഈ ഐ എന്ന ഈ ഒരക്ഷരം ധ്വനിപ്പിക്കുന്നത്. ഇവിടെ ഉപരിതല പ്രണയമല്ല ആവശ്യമായിരിക്കുന്നത്, വികാരഭരിതമല്ലാത്ത ആത്മബന്ധം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുണ്ടാകണമെന്നാണ് ഇൻറ്റിമേസി എന്ന വാക്കുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. തുടർന്നുള്ള ആദ്യ അക്ഷരം എല്ലാണ്. എല് എന്ന അക്ഷരം ധ്വനിപ്പിക്കുന്നത് ലവ് എന്ന വാക്കിനെയാണ്. ഇവിടെ പ്രതിഫലേച്ഛ കൂടാത്ത സ്നേഹമാണ് ആവശ്യമായിരിക്കുന്നത്. അവസാനത്തെ വാക്ക് വൈ ആണ്. ഈൽഡിങ്, അത് ഭാര്യ ഭർത്താവിനെ കീഴടക്കുക, ഭർത്താവ് ഭാര്യയെ കീഴടക്കുക എന്നതല്ല. ഈൽഡിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പര വിധേയത്വത്തോടു കൂടിയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനാണ് ഈ വൈ എന്ന അക്ഷരം കുടുംബ ജീവിതം നയിക്കുന്നവരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഫാമിലി എന്നതിൻ്റെ ഓരോ അക്ഷരവും പ്രദാനം ചെയ്യുന്ന അർത്ഥം അക്ഷരാർത്ഥത്തിൽ
പഠിച്ചാൽ കുടുംബബന്ധം ഊടും പാവും പോലെ മനോഹരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒറ്റപ്പെടുത്താൻ, കുറ്റപ്പെടുത്താൻ, വിവാഹ മോചനത്തിൽ ഏർപ്പെടാൻ, തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. ചേർത്ത് നിർത്തുക അത്ര എളുപ്പമല്ല. കാരണം അത് പരസ്പരം മനസ്സിലാക്കിയവർക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ മോചനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കി കുറവുകളെ അംഗീകരിച്ച് ജീവിക്കുക എന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല സ്നേഹമെന്ന് പറയുന്നത്. കൂടെ നിർത്തി കണ്ണ് തുടയ്ക്കുന്നതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗം ധ്യാനിക്കുന്ന ആത്മാവോടുകൂടി വായിച്ച് പരസ്പരം മനസ്സിലാക്കി കുറവുകളെ അംഗീകരിച്ച് ജീവിക്കുവാനുള്ള ആഹ്വാനം കുടുംബമെന്ന ഇംഗ്ലീഷ് പദം, ഫാമിലി എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് പദത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരുമയില്ലാതെ സ്വരച്ചേർച്ചയില്ലാതെ ഓണം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന കേരളീയ കുടുംബങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ അനിവാര്യമായിരിക്കുന്ന ഒന്ന് കുടുംബ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി, കുടുംബമാണ് ഭൂമിയിലെ സ്വർഗമെന്ന് മനസ്സിലാക്കി ആ കുടുംബത്തെ നരക തുല്യമാക്കാതെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവചന ഭാഗം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ ഒരു പ്രാവശ്യം വായിച്ച് ഗ്രഹിച്ചാൽ വിവാഹ മോചനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അനേക കുടുംബങ്ങൾക്ക് സാധ്യമാകും എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.